നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. 2 തവണ കേസ് പരിഗണിച്ച കോടതി എല്ലാം വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയോ എന്ന് ചോദിച്ചു. ഇന്നലെ എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ലെന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയിക്കണം. ഹൈക്കോടതിയോട് കളിക്കരുതെന്നും കോടതി. കേസ് ഉച്ചയ്ക്ക് 1:45 വീണ്ടും പരിഗണിക്കും. തൽക്കാലം ജാമ്യം റദ്ദാക്കില്ല. കോടതിയെ ചൊടിപ്പിച്ചത് ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ പുറത്തിറങ്ങാതിരുന്ന ബോബിയുടെ നിലപാട്. ഇന്നലെ ജയിലിൽ നിന്നിറങ്ങാതിരുന്നത് സഹതടവുകാരെ സഹായിക്കാനെന്ന വിചിത്രവാദവുമായി ബോബി ചെമ്മണ്ണൂർ. വിഷയം ഹൈക്കോടതി സ്വമേധയാ പരിഗണിക്കാൻ തീരുമാനിച്ചെന്ന വാർത്ത വന്നതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ തിരക്കിട്ട് രേഖകൾ ജയിലിലെത്തിച്ച് ജാമ്യ നടപടികൾ പൂർത്തിയാക്കി ബോബി ജയിൽ മോചിതനായി. സഹതടവുകാരെ സഹായിക്കാനാണ് ഇന്നലെ ജയിലിൽ തുടർന്നതെന്ന ബോബിയുടെ വാദം തള്ളിയ അഭിഭാഷകൻ. രേഖകൾ കിട്ടാൻ താമസിച്ചതുകൊണ്ടാണ് ഇന്നലെ ജാമ്യ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ന്യൂസ് 18നോട്. കോടതി കോപിച്ചതോടെ ഉച്ചയ്ക്ക് 12 മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനം മാറ്റി ബോബി ചെമ്മണ്ണൂർ. വാർത്താ സമ്മേളനം വൈകിട്ട് 4-ലേക്കാണ് മാറ്റിയത്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമ പോരാട്ടത്തിനായി പണപ്പിരിവ് നടത്താൻ CPM 2 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ഒരംഗം 500 രൂപ നൽകണം. ജോലിയുള്ളവർ 1 ദിവസത്തെ ശമ്പളം നൽകണം. സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിലാണ് പിരിവ്. മലപ്പുറത്തെ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ മരിച്ചത് മൂത്തേടത്ത് ഉച്ചക്കുളം ഊരിലെ നീലി. സംഭവം എടക്കരയിൽ. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം. അമരക്കുനിക്കടുത്ത് തൂപ്രയിൽ ഒരാടിനെ കൂടി കടുവ പിടിച്ചു. പെരുമ്പറമ്പിൽ ചന്ദ്രന്റെ ആടിനെയാണ് കടുവ കൊന്നത്. ഒരാഴ്ചക്കിടെ കടുവ കൊന്ന ആടുകളുടെ എണ്ണം 5ആയി. വയനാട് പുൽപ്പള്ളിയെ വിറപ്പിക്കുന്ന കടുവയെ പിടികൂടാനുള്ള ദൗത്യം പ്രതിസന്ധിയിൽ. കടുവ വീണ്ടും കാണാമറയത്തായി. ആടിക്കൊല്ലി വെള്ളക്കെട്ട് ഭാഗത്ത് കടുവ നിലയുറപ്പിച്ച കവുങ്ങിൻ തോട്ടം RRT സംഘം വളഞ്ഞിരുന്നുവെങ്കിലും കടുവ ഓടി മറയുകയായിരുന്നു. രാവിലെ പുല്ലരിയാൻ എത്തിയവരാണ് കടുവയെ കണ്ടത്. വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു. ബില്ല് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല. സഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടിക മന്ത്രിസഭ തീരുമാനിച്ചു. വിവാദമായ പശ്ചാത്തലത്തിലാണ് വനഭേദഗതി ബില്ല് ഈ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയത്. കാസർകോട്ടെ വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിൽ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നായി 2 ലക്ഷത്തോളം സന്ദേശങ്ങൾ വീണ്ടെടുക്കാനായതോടെയാണ് പുതിയ നീക്കം. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ കല്ലറ പൊളിച്ചു പരിശോധിക്കുന്നതിനെതിരെ ഗോപൻ സ്വാമിയുടെ കുടുംബം ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. വിവാദ കല്ലറ പൊളിച്ചു പരിശോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ ജില്ലാ ഭരണകൂടം. മലപ്പുറത്തെ 19-കാരിയായ നവവധുവിന്റെ മരണത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു. നിറത്തിന്റെ പേരിൽ ഭർത്താവും കുടുംബവും അപമാനിച്ചതിനാലാണ് ഷഹാന മുംതാസ് ജീവനൊടുക്കിയതെന്നാണ് പരാതി. ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിലും പരിഹസിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഷഹാനയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴവങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. വിവാഹബന്ധം ഒഴിഞ്ഞുപോകാൻ ഭർത്താവ് വാഹിദ് ആവശ്യപ്പെട്ടതായി ഷഹാന മുംതാസിന്റെ കുടുംബം. നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തോടൊപ്പം ഉപേക്ഷിക്കുമെന്ന് വാഹിദ് പറഞ്ഞതും ഷഹാനയെ തളർത്തിയിരുന്നു. വാഹിദ് അയച്ച ശബ്ദ സന്ദേശങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറി. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും കുടുംബം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ അസാധാരണ അംഗവൈകല്യത്തോടെ ജനിച്ച കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് കുഞ്ഞ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ഇന്ന് ആരോപണ വിധേയരായ നേതാക്കൾക്ക് നിർണായകം. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് ഉത്സവത്തിനിടെ ഒരു മരണം. മധുര അവണിയാപുരത്ത് ഇന്നലെ കാളയുടെ ചവിട്ടേറ്റ് മധുര സ്വദേശി നവീൻ കുമാർ മരിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. 1100 കാളകളും
900 മനുഷ്യരുമാണ് ജല്ലിക്കെട്ടിൽ മത്സരിച്ചത്. ഒന്നാമതെത്തുന്ന കാളയുടെ ഉടമയ്ക്ക് 12 ലക്ഷം രൂപയും ഏറ്റവും കൂടുതൽ കാളകളെ മെരുക്കുന്ന യുവാവിന് 8 ലക്ഷം രൂപയും കാറുമായിരുന്നു സമ്മാനം. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അനുമതി നൽകിയത്. കരസേനാ ദിനത്തിൽ ചരിത്രം കുറിച്ച് രാജ്യം. 2 യുദ്ധക്കപ്പലുകളും 1 അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്തു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി. സൗദിയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും നീളും. കേസ് റിയാദ് കോടതി വീണ്ടും മാറ്റിവെച്ചു. സൂക്ഷ്മ പരിശോധനയ്ക്കും കൂടുതൽ പഠനത്തിനും സമയം വേണമെന്ന് കോടതി. സൗദി ബാലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് റഹീം ജയിലിലായത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ വീണ്ടും PV അൻവർ. വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ ഇടപെട്ടില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് അദ്ദേഹം സ്ഥിരമായി നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് വിമർശനം. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആര്യാടൻ ഷൗക്കത്ത് അറിയുന്നില്ലെന്നും PV അൻവർ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ ഹിയറിംഗ് ഇന്ന് നടക്കുന്നു. വഖഫ് ബോർഡിനെയും മുനമ്പം ഭൂസംരക്ഷണ സമിതിയെയുമാണ് കമ്മീഷൻ കേൾക്കുക. ഹിയറിംഗ് പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം. പാർട്ടി ഫണ്ട് നൽകാത്തതിൽ പ്രവാസി വ്യവസായിക്ക് മർദ്ദനമേറ്റതായി പരാതി. കൊട്ടാരക്കര കിഴക്കേ തെരുവ് സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ ആശിഷിനാണ് മർദ്ദനമേറ്റത്. 2 ലക്ഷം രൂപ നൽകാൻ വിസമ്മതിച്ച വ്യവസായിയെ CPI പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. എന്നാൽ ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും അതിർത്തി തർക്കത്തെ തുടർന്നായിരുന്നു സംഘർഷമുണ്ടായതെന്നും കുന്നിക്കോട് CPI നേതൃത്വം അറിയിച്ചു. ലക്ഷദ്വീപിൽ BJP അധ്യക്ഷ സ്ഥാനത്ത് KN കാസ്മി കോയ തുടരും. ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് തള്ളിയാണ് ദേശീയ നേതൃത്വം കാസ്മി തുടരാൻ നിർദ്ദേശിച്ചത്. തമിഴ്നാട്ടിലും നിലവിലെ അധ്യക്ഷൻ K അണ്ണാമലൈ തുടരാനാണ് സാധ്യത. കേരളത്തിൽ K സുരേന്ദ്രൻ തുടരുന്നതിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും വാഴ്ത്തുപാട്ട്. പിണറായി വിജയനെ കാവലാളും ഫീനിക്സ് പക്ഷിയുമായി വിശേഷിപ്പിക്കുന്ന ഗാനം എഴുതിയത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ പൂവത്തൂർ ചിത്രസേനനാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പാടാനാണ് ഗാനം തയ്യാറാക്കിയത്. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായ ഗ്രൂപ്പ് ചർച്ചകൾ അട്ടിമറിച്ചെന്ന ആരോപണം. ഗ്രൂപ്പ് ചർച്ചയിൽ ഉപരിഘടകങ്ങളിലെ നേതാക്കന്മാർ പങ്കെടുക്കരുതെന്ന പാർട്ടി ഭരണഘടനാ മാനദണ്ഡവും ലംഘിക്കപ്പെട്ടെന്ന് വിമർശനം. ആക്ഷേപം ഉയർന്നത് കീഴ്ഘടകങ്ങളിൽ നിന്ന്. സാദിഖ് അലി തങ്ങളെക്കുറിച്ചുള്ള പ്രസംഗത്തിലെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് സമസ്ത നേതാക്കൾ. പാണക്കാട്ടെ ചർച്ചയിലെ തീരുമാനമാണ് മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ഐക്യത്തിനു വേണ്ടി ഖേദപ്രകടനം നടത്തുകയാണെന്നും നേതാക്കൾ. ഉമർ ഫൈസി മുക്കം, ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ തുടങ്ങിയവർ വാർത്താസമ്മേളന കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചു. റഷ്യൻ പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തിൽ കേരളത്തിൽ കേസ്. കൊടകര പോലീസാണ് കേസെടുത്തത്. കൂലിപ്പട്ടാളത്തിൽ നിന്നും മോചിതനായ തൃശൂർ കൊരട്ടി സ്വദേശി സന്തോഷ് മുഖത്തിന്റെ പരാതിയിലാണ് കേസ്. യുവാക്കളെ തൊഴിൽ തട്ടിപ്പിനിരയാക്കിയ തൃശൂർ സ്വദേശി സുമേഷ് ആന്റണി, കൊച്ചി സ്വദേശി സന്ദീപ് തോമസ് എന്നിവർക്കെതിരെയാണ് പരാതി. റഷ്യയിൽ കൊല്ലപ്പെട്ട മലയാളി യുവാവിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ സഹായവും ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ സർക്കാരുമായി സംസാരിച്ചു വരികയാണ്. അവിടെ അവശേഷിക്കുന്ന മലയാളികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാനും ശ്രമം തുടരുന്നെന്ന് കേന്ദ്രം. ട്രാൻസ്ജെൻഡർമാർക്കായി സംവരണം നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കാസർഗോഡ് പൈവളിക കായക്കട്ടയിൽ നിർത്തിയിട്ട ലോറിയിൽ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബായാർപദവ് സ്വദേശി മുഹമ്മദ് ഹാഷിഫാണ് മരിച്ചത്. ലോറിക്കുള്ളിലാണ് മൃതദേഹം കണ്ടത്. ലോറിക്കുള്ളിലും ഡ്രൈവറുടെ സീറ്റിന് സമീപത്തെ റോഡിലും രക്തക്കറയുണ്ട്. ഇടുക്കി കാഞ്ഞാറിൽ അയ്യപ്പ ഭക്തരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. 10 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. കർണാടക സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്.
സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. 7 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മകരവിളക്കിന് പിന്നാലെ ശബരിമലയിൽ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനം തുടരുന്നു. വിളക്ക് കഴിഞ്ഞ് കൂട്ടമായി ഭക്തർ ഇറങ്ങിയതോടെ ഇന്നലെ പുലർച്ചെ വരെ പമ്പയിലും നിലയ്ക്കലും വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. മാളികപ്പുറത്തു നിന്നുള്ള വിളക്കെഴുന്നള്ളത്തും നായാട്ടുവിളിയും ഇന്നലെ തുടങ്ങി. ശബരിമലയിൽ പോലീസിന്റെ നിർദ്ദേശം ഭക്തർ അനുസരിച്ചത് അപകടങ്ങൾ ഒഴിവാക്കാൻ കാരണമായെന്ന് ADGP S. ശ്രീജിത്ത് ന്യൂസ് 18നോട്. തീർത്ഥാടനം സുഗമമാക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ നല്ല പങ്കാണ് വഹിച്ചത്. മകരവിളക്കിനായി നിയമിച്ച അധിക ഉദ്യോഗസ്ഥർ ഒഴികെ മുഴുവൻ പേരും സുരക്ഷയിൽ തുടരുമെന്നും ADGP. ശബരിമലയിൽ കഴിഞ്ഞ തവണ സംഭവിച്ച പ്രശ്നങ്ങൾ പാഠമായി എടുത്തതിന്റെ വിജയമാണ് ഈ തീർത്ഥാടന കാലത്ത് ഉണ്ടായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മുഖ്യമന്ത്രി മുതൽ ഉദ്യോഗസ്ഥർ വരെ ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ വിജയമാണ് ഉണ്ടായത്. പാർക്കിംഗ് പ്രശ്നങ്ങൾ പരിഹരിച്ചതും നേട്ടമായെന്ന് പ്രശാന്ത്. ദേശീയ വാർത്ത. മഹാകുംഭമേളയിലൂടെ UP സർക്കാർ പ്രതീക്ഷിക്കുന്നത് വൻ വരുമാനം. 2 ലക്ഷം കോടി രൂപ വരുമാനം പ്രതീക്ഷിക്കുന്ന മേളയ്ക്കായി സർക്കാർ ഒരുക്കിയിരിക്കുന്നത് വലിയ സജ്ജീകരണങ്ങൾ. റേഷൻ കടകളും റേഷൻ കാർഡുകളും അടക്കം തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാണ്. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ഡൽഹിയിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ നാളെയാണ് പത്രിക നൽകുക. മുഖ്യമന്ത്രിയും കാൽക്കാജി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ അതിഷി, കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്ക ലാംബ തുടങ്ങിയവർ ഇന്നലെ പത്രിക നൽകി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 15 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. മുൻ കേന്ദ്രമന്ത്രി കൃഷ്ണനാഥ് പട്ടേൽ നഗറിൽ വീണ്ടും ജനവിധി തേടും. കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മുൻകൈയിൽ നിന്ന് വിജയിച്ച ധരംപാൽ ലഖ്ര ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിലാണ് ജനവിധി തേടുന്നത്. മെറ്റ CEO മാർക്ക് സക്കർബർഗിനെ വിളിച്ചു വരുത്താൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം. നടപടി 2024 പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ. ഇതിന്റെ ഭാഗമായി മെറ്റയ്ക്ക് സമൻസ് അയക്കും. തെറ്റായ വിവരം പ്രചരിപ്പിച്ചതിനാണ് സമൻസ് അയക്കുന്നതെന്ന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷികാന്ത് ദുബെ. എസ്കലേറ്ററിൽ നിന്ന് വീണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. ഡൽഹിയിലെ പസഫിക് മാളിലാണ് അപകടം നടന്നത്. മാളിൽ സിനിമ കാണാനെത്തിയ സ്ത്രീകൾക്കൊപ്പം എത്തിയ കുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. കോൾപ്ലേ ബാൻഡിന്റെ സംഗീത പരിപാടിയോടനുബന്ധിച്ച് മുംബൈയിൽ ഗതാഗത നിയന്ത്രണം. ഈ മാസം 18, 19, 20 തീയതികളിലാണ് DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ സംഗീത പരിപാടി നടക്കുക. ആ ദിവസങ്ങളിൽ പ്രദേശത്തേക്ക് വാഹനങ്ങൾ എത്തുന്നത് പാസ് മൂലം നിയന്ത്രിക്കും. നോക്കാം അന്തർദേശീയ വാർത്ത. ഇസ്രായേൽ പലസ്തീൻ വെടിനിർത്തൽ കരാർ ഉടൻ നിലവിൽ വന്നേക്കും. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ വെച്ച പ്രധാന വ്യവസ്ഥകൾ ഇസ്രായേലും ഹമാസും ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട്. സൈനിക പിന്മാറ്റത്തിലും ബന്ദികളെയും തടവുകാരെയും വിട്ടയക്കുന്നതിലും അടക്കം ധാരണയായി. ഇസ്രായേൽ സൈന്യം പിന്മാറിയാൽ ഗസയുടെ ഭരണം ആർക്കെന്നതിൽ പൊതുധാരണയായിട്ടില്ല. വെസ്റ്റ് ബാങ്കിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ 6 പലസ്തീൻകാർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജനിൻ പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ദക്ഷിണ കൊറിയൻ പാർലമെന്റ് ഇംപീച്ച് ചെയ്ത പ്രസിഡന്റ് യൂൺ സോക്യോൾ അറസ്റ്റിൽ. ജനാധിപത്യം അട്ടിമറിച്ച് സൈനിക നിയമം കൊണ്ടുവരാൻ ശ്രമിച്ച നടപടിയിലാണ് അറസ്റ്റ്. യൂൺ സോക്യോളിനെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. ദക്ഷിണാഫ്രിക്കയിൽ അനധികൃത ഖനിക്കുള്ളിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ 100 പേർ മരിച്ചതായി റിപ്പോർട്ട്. ദക്ഷിണാഫ്രിക്കയിലെ ആഴമേറിയ സ്വർണ്ണ ഖനികളിൽ ഒന്നാണ് ദുരന്തമുണ്ടായത്. ഖനിയിൽ നിന്ന് ഇതുവരെ 18 മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചു. പരിക്കുകളോടെ നിരവധി പേരെ രക്ഷപ്പെടുത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി. ഇന്നലെ 80 രാജ്യങ്ങളിലാണ് പുസ്തകം പുറത്തിറക്കിയത്. ആദ്യമായാണ് പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പയുടെ ആത്മകഥ പുറത്തിറങ്ങിയത്. അമേരിക്കയിൽ ട്രംപിന്റെ സ്ഥാനാരോഹണത്തിനായി ഒരുക്കങ്ങൾ തുടങ്ങി. ഈ മാസം 20-നാണ് ട്രംപ് അധികാരത്തിലേറുന്നത്. 18-ന് ട്രംപിന് സ്വീകരണവും
കരിമരുന്ന് പ്രയോഗവും നടക്കും. 19 വാഷിംഗ്ടണിൽ വിജയാഘോഷ റാലി, 20 രാവിലെ സെന്റ് ജോൺസ് പള്ളിയിൽ പ്രാർത്ഥനയും തുടർന്ന് വൈറ്റ് ഹൌസിൽ ചായ സൽക്കാരവും ഉണ്ടാകും. ഉച്ചയോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ മിഷേൽ ഒബാമ പങ്കെടുക്കില്ല. കാരണം വ്യക്തമാക്കിയിട്ടില്ല. ഒബാമ ചടങ്ങിൽ പങ്കെടുക്കുന്നുമുണ്ട്. ജിമ്മി കാർട്ടറുടെ സംസ്കാര ചടങ്ങിലും മിഷേൽ ഒബാമ പങ്കെടുത്തിരുന്നുണ്ട്. കുഴൽക്കിണറിൽ വീണ പട്ടിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയ അഗ്നിരക്ഷാസേന. 25 അടി താഴ്ചയിലുള്ള കുഴൽക്കിണറിലാണ് പട്ടിക്കുട്ടി വീണത്. സംഭവം മംഗളൂരുവിൽ. ഇന്ത്യയിൽ കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്ത് പുറത്ത്. 1974 അദ്ദേഹം തന്റെ സുഹൃത്തിന് എഴുതിയ കത്താണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആ കത്ത് 2021 $5 ലക്ഷം ലേലത്തിൽ പോയി. സ്റ്റീവ് ജോബ്സിന്റെ വിയോഗത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ ലൊറൈൻ പവൽ ഇക്കുറി കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയതും ശ്രദ്ധേയമാണ്. ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ അതിരൂക്ഷമായി തുടരുന്നു. മരിച്ചവരുടെ എണ്ണം 25ആയി. പ്രദേശത്ത് നിന്ന് കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ ശ്രമം തുടരുന്നു. വരണ്ട കാറ്റ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ലോസ് ഏഞ്ചൽസിൽ പടരുന്ന കാട്ടുതീയിൽ കോടീശ്വരന്റെ വീടും കത്തിനശിച്ചു. കേറ്റ് വാസർമാൻ എന്ന ഈ കോടീശ്വരൻ തന്റെ വീട് സംരക്ഷിക്കാൻ തയ്യാറാക്കുന്ന സ്വകാര്യ അഗ്നിശമന സേനയ്ക്ക് കോടികൾ വാഗ്ദാനം ചെയ്തിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കിയുള്ള ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെ വലിയ വിമർശനവും ഉയർന്നിരുന്നു. അത്യാഗ്രഹി എന്ന് വിളിച്ചായിരുന്നു ആക്ഷേപം. വീട് നഷ്ടപ്പെട്ട വിവരവും ഇദ്ദേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ആഴ്ചയിൽ 90 മണിക്കൂർ ജോലിയെന്ന L&T ചെയർമാൻ SN സുബ്രഹ്മണ്യന്റെ വാക്കുകൾ വിവാദമാകുന്നതിനിടെ വിശദീകരണവുമായി L&T അധികൃതർ. ചെയർമാന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് കമ്പനി HR വൃത്തങ്ങൾ വ്യക്തമാക്കി. അദ്ദേഹം ഒരിക്കലും തന്റെ കമ്പനിയിൽ കഠിനമായി ജോലി നിഷ്കർഷിച്ചിട്ടില്ല. ജീവനക്കാരെ അദ്ദേഹം കുടുംബാംഗങ്ങളെ പോലെയാണ് കാണുന്നതെന്നും വിശദീകരണം. പ്രാദേശിക വാർത്ത. വന്യമൃഗാക്രമണത്തിനും വനനിയമ ഭേദഗതിക്കുമെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച്. നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പാലൊളി മെഹബൂബ്, ബാബു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 ദിവസത്തെ പ്രചാരണ ജാഥ. വഴിക്കടവ് പഞ്ചായത്തിലെ നാരോക്കാവ് നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് VS ജോയ് ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൽ എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സൂചനാ ധർണ. ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, കൃത്യമായി ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണ എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ പുതിയതായി ആരംഭിക്കുന്ന ബസ് സ്റ്റാൻഡിനെതിരെ LDF രംഗത്ത്. പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPM വളാഞ്ചേരി ഏരിയ സെക്രട്ടറി VK രാജീവ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തൃത്താലയിൽ മയക്കുമരുന്നുമായി 2 പേർ അറസ്റ്റിൽ. ഓങ്ങല്ലൂർ സ്വദേശികളായ മുഹമ്മദ് ഹാരിസ്, നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. വാഹന പരിശോധനയിലാണ് മെത്താഫിറ്റമിനുമായി ഇവർ പിടിയിലാവുന്നത്. പാലക്കാട് ഒറ്റപ്പാലം ചുനങ്ങാട് പെട്രോൾ ബോംബെറിഞ്ഞ കേസിൽ പ്രതി പിടിയിൽ. ചുനങ്ങാട് സ്വദേശി നീരജാണ് പിടിയിലായത്. നിർമ്മാണം നടക്കുന്ന വീടിന് മുന്നിൽ കിടന്നുറങ്ങുകയായിരുന്ന തൊഴിലാളികൾക്ക് നേരെ നീരജ് പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. 249 പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിക്ക് സമ്മാനിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മൂവാറ്റുപുഴ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ്. നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മലപ്പൂർ കോഡൂർ കലാലയോടനുബന്ധിച്ച് വെസ്റ്റ് കോഡൂർ NK പടിയിൽ കാർണവക്കൂട്ടവും കർഷകക്കൂട്ടവും സംഘടിപ്പിച്ചു. കുമ്പളങ്ങ കൃഷി ചെയ്ത് ആഗ്രാപേടയ്ക്കായി ഡബിൾ ടക്കർ ലോറികളിൽ കയറ്റി അയച്ചതും നീളൻ ജൂബയിട്ടെത്തിയ ഉത്തരേന്ത്യൻ കച്ചവടക്കാരോട് വില്ലപേശാൻ ഉറുദു പഠിച്ചതുമെല്ലാം പഴയ കൃഷിക്കാർ ഓർത്തെടുത്തു. വെറ്റിലെ കൃഷി ചെയ്തത് പാകിസ്ഥാനിലേക്ക് കയറ്റി അയച്ചതും അവർ അയവിറക്കി. കോഡൂരിന്റെ പഴയ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്താണ് പിരിഞ്ഞത്. കണിയാപുരത്ത് യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് നിഗമനം. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയായ രംഗനെ കാണാനില്ല. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. തുണിസഞ്ചിക്കാലത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്ത് തൃത്താല. ഇതിന്റെ ഭാഗമായി
കപ്പൂരിൽ കുടുംബശ്രീ നിർമ്മിച്ച തുണിസഞ്ചികൾ വിതരണം ചെയ്തു. വ്യാപാരികൾക്ക് മാലിന്യ സംസ്കരണ ബിന്നുകളും നൽകി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സെസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി MB രാജേഷ്. പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധം നടത്തി. താലൂക്ക് ആശുപത്രി മാർച്ചിൽ നേരിയ സംഘർഷവുമുണ്ടായി. താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡ് തുറന്നുകൊടുക്കാത്തതിനും പ്രതിഷേധം. കോതമംഗലം കാരക്കുന്നം വിശുദ്ധ മർത്താമറിയം യക്കോബായ കത്തീഡ്രലിന്റെ കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടന്നു. അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രോപൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ബേസിൽ എൻ ബേബി നറുക്കിയിൽ അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ആയുർവേദ ചികിത്സാ രംഗത്ത് പ്രശസ്തിയാർജിച്ച ഡോക്ടർ PKK ഹുറൈർ കുട്ടിയുടെ 2ാം അനുസ്മരണം കൂടല്ലൂരിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ ലോഗോ പ്രകാശനവും സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാമ്പാടുംപാറ പത്തിനിപ്പാറയിലെ റേഷൻ കട അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. റേഷൻ കടയുടെ ലൈസൻസ് ഒഴിവായതോടെയാണ് പ്രതിസന്ധിക്ക് തുടക്കം. ഇവിടെയുള്ള കട പൂട്ടിയാൽ തൊഴിലാളികൾ റേഷൻ വാങ്ങാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരും. തൊഴിലാളികൾ പ്രതിഷേധത്തിൽ. ഗുരുവായൂർ തിരുവത്ര ശ്രീനാഗഹരിക്കാവ് ക്ഷേത്രം 10ാം ഉദയവേല മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജനുവരി 23-നാണ് മഹോത്സവം. കോഴിക്കോട് മുക്കം പ്രസ് ക്ലബിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C ഫസൽ ബാബു അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ ശുചിമുറി സംവിധാനം ഇല്ലാത്തത് പ്രതിസന്ധിയാകുന്നു. കേന്ദ്രത്തിന് പുറത്തായി നിർമ്മിച്ച താൽക്കാലിക ശുചിമുറിയിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. പരിസരവാസികൾക്കും തീർത്ഥാടകർക്കും ദുരിതം. തിരുവനന്തപുരം വർക്കല ചെമ്മരുതിയിൽ കിണർ വെള്ളത്തിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം. 30ഓളം വീടുകളിലെ കിണർ വെള്ളത്തിലാണ് രാസവസ്തു സാന്നിധ്യം കണ്ടെത്തിയത്. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വേനലെടുത്തതോടെ ആശങ്കയിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. ആവശ്യത്തിന് മഴ ലഭിക്കാത്തത് പ്രതിസന്ധിയാകും. ചൂട് വർദ്ധിക്കുന്നതും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കർഷകർ. പട്ടാമ്പി ഉപജില്ലാ കലോത്സവ മത്സരഫലത്തിൽ നടന്ന അട്ടിമറിയിൽ ഗുരുതരാരോപണങ്ങളുമായി CPM. സ്കൂൾ കേന്ദ്രീകരിച്ച് ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായി ആക്ഷേപം. ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ളവ സ്കൂളിൽ നിന്നും ചോർന്നതായി സംശയിക്കുന്നതായും CPM. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് മുന്നിൽ CPM പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. കായിക വാർത്തകൾ. ഖോ ലോകകപ്പിൽ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യൻ വനിതകൾ. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ 175-18 ഇന്ത്യൻ വനിതകൾ ദക്ഷിണ കൊറിയയെ തകർത്തത്. ഇറാനുമായാണ് ഇന്ത്യൻ വനിതകളുടെ അടുത്ത മത്സരം. സിനിമാ വാർത്തകൾ. പ്രഭാസ് നായകനായെത്തുന്ന പുതിയ ചിത്രം രാജാ സാബിന്റെ പുതിയ പോസ്റ്റർ എത്തി. പൊങ്കലിനോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. കുർത്തയും സൺഗ്ലാസും ധരിച്ച് കൂൾ ലുക്കിൽ പ്രഭാസ് പോസ്റ്ററിൽ കാണാം. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ ഒരുക്കിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ജനുവരി 23-ന് തിയേറ്ററുകളിലെത്തും. ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഓരോ പോസ്റ്ററുകൾ വീതം പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന CI ഡൊമിനിക്കിന്റെ ഡിറ്റക്റ്റീവ് ഡയറിയിലെ വിവരങ്ങളുടെ രൂപത്തിലാണ് ക്യാരക്ടർ പോസ്റ്ററുകൾ പങ്കുവയ്ക്കുന്നത്. രജനീകാന്ത് ചിത്രം ജയിലറിന് 2ാം ഭാഗം പ്രഖ്യാപിച്ച അണിയറ പ്രവർത്തകർ. ജയിലർ 2-ന്റെ ടീസർ പുറത്തുവിട്ടു. നിമിഷ നേരം കൊണ്ട് ടീസർ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് നമ്പർ 1 ആയി. ഫാസ്റ്റ് ന്യൂസ് പൂർത്തിയാവുന്നു. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ.
22 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,320 രൂപ, പവന് 58,560 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,050 രൂപ, പവന് 48,400 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോ 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. ഇനി പകൽ വാർത്ത കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം. ഇപ്പോൾ ബോബി